Hello dear friends, welcome back to our channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു 8-9 സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഈ മൈദയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കയ്യിൽ നിന്ന് വിട്ട് പോരുന്ന പാകം വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റി കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മസാലകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സബോള, കാബേജ്, ബീൻസ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, തക്കാളി, ഇത്രയൊക്കെയാണ് എടുത്തിട്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. സബോള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാബേജ് നന്നായിട്ടൊന്ന് വഴണ്ടിന് ശേഷം നമുക്ക് ക്യാബേജും ബീൻസും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ആവിയിലൊരു ഹാഫ് വേവ് ആവുന്ന വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല വെന്ത് കിട്ടുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോളുകൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അധികം പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി ബാക്കിയുള്ള ഒരു 2-3 ബോളുകൾ ഇതുപോലെ പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പരത്തി വെച്ച ഇതെല്ലാം കൂടിയിട്ടൊന്ന് മേലൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും, നന്നായിട്ട് പരന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഓവർ കുക്ക് ചെയ്യരുത്, ജസ്റ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടർത്തിയെടുക്കണം. നല്ല തിന്നായിട്ടുള്ള ഷീറ്റായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ വേണം ഇത് അടർത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുത്തതാണ്. ഇത് ഒട്ടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഓരോ ടീസ്പൂൺ വീതം ഓരോ ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കുക ചെറുതായിട്ട്. എന്നിട്ട് ഈ മൈദ കലക്കിയ ഈ ഒരു പേസ്റ്റ് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ഈ മടക്കിയ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തും നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട്, അല്ലെങ്കിൽ ഈ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് പോകും. ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് വറുത്ത് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.